നമ്മുടെ നാട്ടിൽ നിന്നും നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ ഒരു ആഗ്രഹമായിരിക്കും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ സെയിം ഫീസിൽ ഏതെങ്കിലും ഒരു എബ്രോഡ് കൺട്രീസിൽ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുക എന്നുള്ളത്. സോ ജോർജിയയിൽ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയാണ് അത്തരത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നോർമലി നമ്മുടെ നാട്ടിൽ നിന്ന് നഴ്സിംഗ് പഠിക്കാനായിട്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസായ UK, അയർലൻഡ്, ഓസ്ട്രേലിയ ഒക്കെ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ നമുക്ക് പെർ ഇയർ ട്യൂഷൻ ഫീസസ് ഒരു 16 lakh ഒക്കെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അതല്ല മറ്റ് യൂറോപ്യൻ കൺട്രി ആയി ഫിൻലൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു 7 to 8 lakhs മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു എമൗണ്ട് എല്ലാവർക്കും അഫോർഡബിൾ ആവണം എന്നില്ല. പക്ഷേ ജോർജിയയിൽ നിങ്ങൾക്ക് പെർ ഇയർ ഒരു 3 ലക്ഷം മാത്രമാണ് ട്യൂഷൻ ഫീ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കാണെങ്കിലും ഈ ഒരു പ്രോഗ്രാം ജോർജിയയിൽ അഫോർഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കൺട്രി ECTS സിസ്റ്റം ഫോളോ ചെയ്യുന്ന കൺട്രിയാണ്. നമുക്ക് ജോർജിയയിൽ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലാണ് ഇത്രയും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് BSc നഴ്സിംഗ് കോഴ്സിംഗ് 4 വർഷം പഠിച്ചെടുക്കാൻ പറ്റുന്നത്. സോ ജോർജിയ എന്ന ഷെങ്കൻ കൺട്രിയെക്കുറിച്ചും അതുപോലെ തന്നെ BSc നഴ്സിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയെക്കുറിച്ചും എൻട്രി റിക്വയർമെൻറ്റ്സിനെയൊക്കെ കുറിച്ചാണ് നമ്മളിനി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ജോർജിയ കൺട്രി 4 രാജ്യങ്ങളായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും മിഡിലാണ് ഈ ഒരു കൺട്രി ലൊക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് ടിബ്ലിസി ആണ്. ഇവിടെ തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയും ഉള്ളത്. പിന്നെ ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ജോർജിയൻ ആണ്. അതുപോലെ തന്നെ കറൻസി വരുന്നത് ലാറയാണ്. ആൻഡ് ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ അവർ ഇംഗ്ലീഷും ജർമ്മൻ ലാംഗ്വേജസും ഒക്കെ കൈകാര്യം ചെയ്യുന്ന പീപ്പിൾസാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് MBBS പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്ന ഒരു കൺട്രിയാണ് ജോർജിയ. ആൻഡ് ഈ ലാസ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ BSc നഴ്സിങ്ങിനും ഇതേ പ്രിഫറൻസ് സ്റ്റുഡൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺട്രി ചൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ പഠിക്കുന്ന സെയിം ട്യൂഷൻ ഫീസിൽ നിങ്ങൾക്കൊരു യൂറോപ്യൻ കൺട്രിയിൽ നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ ഒരു എൻട്രി കൂടിയാണ് ഈ ഒരു കോഴ്സ് ത്രൂ നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു പ്രോഗ്രാം ഭയങ്കര അഫോർഡബിൾ ആണ്. അതിന് പുറമെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ കൺട്രിയിലേക്കുള്ളൊരു എൻട്രി കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നഴ്സിംഗ് കംപ്ലീറ്റ് ആയവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്കൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് എൻട്രി കിട്ടുന്നത്. ബട്ട് ഇവിടെ നിങ്ങൾ ഓൾറെഡി നഴ്സിംഗ് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾക്ക് വർക്കിന് കയറാനും പറ്റും. സോ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് കോംപ്രഹെൻസീവ് എഡ്യൂക്കേഷനാണ്. അവരുടെ കരിക്കുലത്തിൽ കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് പേഷ്യൻ്റ് കെയർ, ഹെൽത്ത് പ്രൊമോഷൻസ്, ക്ലിനിക്കൽ പ്രാക്ടീസസ് ഒക്കെയാണ്. ജോർജിയയിൽ 3rd റാങ്കിങ് പൊസിഷനിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഉള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇവിടെ ECTS സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്യുന്നതെന്നുള്ളത്. അതായത് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആൻഡ് അക്യുമുലേഷൻ സിസ്റ്റം. സോ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു യൂറോപ്യൻ കൺട്രിയിൽ ഈസിലി വർക്കിന് കയറാൻ പറ്റുമെന്നുള്ളതാണ്. സോ ECTS സിസ്റ്റം കൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മൾ പഠിച്ച കൺട്രീസിലെ മൊഡ്യൂൾസ് അതാത് കൺട്രീസിലെ മൊഡ്യൂൾസ് ആയിട്ട് ഇക്വലൻ്റ് ആണോ എന്നുള്ളതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. സോ മറ്റൊരു യൂറോപ്യൻ കൺട്രിയും ECTS സിസ്റ്റം തന്നെ ഫോളോ ചെയ്യുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വർക്കിന് കയറാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ 4 വർഷത്തെ BSc നഴ്സിംഗ് പ്രോഗ്രാമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഫസ്റ്റ് ഇയർ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫണ്ടമെൻ്റൽസും അതുപോലെ തന്നെ നഴ്സിംഗ് പ്രാക്ടീസസിനെയൊക്കെ കുറിച്ചായിരിക്കും. ദെൻ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് അതായത് 3rd സെമസ്റ്റർ മുതൽ നിങ്ങൾ ക്ലിനിക്കൽ പ്രാക്ടീസസിനെ കുറിച്ചായിരിക്കും കൂടുതൽ പഠിക്കുന്നത്. അതും റിയൽ പേഷ്യൻസിൽ തന്നെയായിരിക്കും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എക്സ്പെൻസ് പാർട്ടിലേക്ക് വരുമ്പം നിങ്ങൾക്ക് പെർ ഇയർ ട്യൂഷൻ ഫീ വരുന്നത് $3,500 ആണ്. അതായത് ഇന്ത്യൻ റുപ്പി അറൗണ്ട് 3 lakh. ഇനി ലിവിങ് എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റലൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഒരു $300 to $350 ആയിരിക്കും വരുന്നത്. ഇനി അതല്ല സെൽഫ് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് ഒരു $250 to $300 നിൽക്കുന്നത്. സോ നിങ്ങളുടെ ഈ ഒരു സ്റ്റഡീസിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലേക്ക് ഫുൾ എക്സ്പെൻസ് വരുന്നത് ഒരു 5.5 to 6 lakhനുള്ളിലാണ്. സോ ഇതിൽ നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇൻക്ലൂഡ് ആകുന്നുണ്ട്, വിസ വരുന്നുണ്ട്, ഇൻഷുറൻസ് ചാർജ് ഉണ്ട്, അങ്ങനെ ഓൾ ഇൻ ഓൾ എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു എമൗണ്ട് വരുന്നത്. ദെൻ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നിങ്ങളുടെ ട്യൂഷൻ ഫീയും നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസും മാത്രമാണ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒപ്പം നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സ്റ്റുഡൻസ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ്സ്, ഫുഡ് ഡെലിവറി, ബേബി സിറ്റിംഗ്, ഹോം കെയർ അങ്ങനെയുള്ള സെക്ഷൻസിലാണ് കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. നല്ല കാലിബറുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്യൂട്ടറിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഒരു സെക്കൻഡ് ഇയർ ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ഹോസ്പിറ്റൽസിൽ ക്ലിനിക്കൽ സെക്ഷൻസിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. അതോടൊപ്പം ഈ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങളുടെ കോഴ്സിൻ്റെ ഒപ്പം ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് അല്ലെങ്കിൽ ജർമ്മൻ സംസാരിക്കുന്ന മറ്റേതെങ്കിലും കൺട്രീസിലേക്ക് ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്കിന് പോകാൻ ഈസി ആയിരിക്കും. സോ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കരിയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോർജിയ തന്നെ BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല വേറെ ഏതെങ്കിലും കൺട്രീസിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതാത് കൺട്രീസിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് ഈസിലി അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ +2 സയൻസ് സ്ട്രീം തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഏത് സ്ട്രീമിലുള്ളവർക്കാണെങ്കിലും ഒരു 50% എബോവ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ IELTS റിക്വയർമെൻറ്റ്സും മാൻഡറ്ററി ഇല്ല. ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ ഇൻടേക്ക് എന്ന് പറയുന്നത് സെപ്റ്റംബറാണ്. സോ അഡ്മിഷനെ കുറിച്ചോ അല്ലെങ്കിൽ ബാക്കി ഫർദർ ഇൻഫർമേഷൻസിനെ കുറിച്ചോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.